എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പാലായിക്കടുത്ത് ഭരണങ്ങാനത്താണ്. പുത്തേട്ടാളോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഈ വണ്ടിയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ രാജീവ് മാത്യു ആൻഡ് കമ്പനിയുടെ വണ്ടിയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പോകണ്ടേ, പോയേക്കാന്നാ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞിക്കണ്ണനും കൂടെ ഉണ്ട്. ബാബാ ചാടി കയറടാ. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഓർത്തില്ലായിരുന്നു കേട്ടോ. ഓർത്തില്ലല്ലേ, എല്ലാം പെട്ടെന്ന് പ്രതീക്ഷിതമായിട്ട്. അതെ അതെ, ഇത് പുതിയ വണ്ടിയാ. പുതിയ വണ്ടി ആദ്യം ഓടിക്കല്ലേ? അതെ അതെ, പുതിയ വണ്ടിയൊന്നും അങ്ങനെ ഓടിച്ചിട്ടില്ലല്ലോ. ഇല്ല, പഴയ വണ്ടികൾ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. നമ്മുടെ അൽഫോൺസാമയുടെ പള്ളിയായി കേട്ടോ. ഇതേ ഭരണങ്ങാനം പള്ളി. ഇതാണ് അൽഫോൺസാമയുടെ പള്ളി. ഇതൊരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രം. ഇത് അൽഫോൺസാമയുടെ മഠവും മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് ഈരാറ്റുപേട്ട വഴിയല്ലേ പോന്നേ? ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞില്ല. അതെ അതെ, ആദ്യമേ എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞിട്ട് വേണം പോന്ന വഴി പറയാൻ. എങ്ങോട്ടാന്ന് പറഞ്ഞോ. എങ്ങോട്ടാ കുഞ്ഞിക്കണ്ണ പോന്നെ? തേനിക്കോ? തേനിക്ക്. കറക്റ്റ് പറഞ്ഞാൽ തേനിക്കുമല്ല, വൈഗ ഡാമിലേക്കാ പോന്നെ. വൈഗ ഡാം. ഇന്നാള് നമ്മൾ പോയ വൈഗ ഡാമിലേക്കാ പോന്നെ. കുഞ്ഞിക്കണ്ണ് വഴി അറിയായിരിക്കും കേട്ടോ. വഴി പറഞ്ഞു കൊടുത്താണല്ലോ 1-2 പ്രാവശ്യം നമ്മുടെ ഇവിടെ. ഈ വണ്ടി ഇച്ചിരി ശ്രദ്ധിച്ച് ഓടിക്കണം. ഇതിന് ഇച്ചിരി വീതിയൊക്കെ കൂടുതലുണ്ട് നമ്മുടെ വണ്ടിയെക്കാട്ടിലും. വീതി നീളം കൂടുതലുണ്ട്. ടയർ 2 കുറവാ, 10 വീലേ ഉള്ളൂ. അത് ശരിയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തടി കൊണ്ടിരുന്നോ? പണ്ട് ഇത് ആന ചെയ്തോണ്ടിരുന്ന പണിയാ, ട്രെയിനായി. അഞ്ഞലിത്തടികൾ കിടക്കുന്നുണ്ടോ? എന്താ അഞ്ഞലിയും തേക്കൊക്കെ ഉണ്ടോ? അല്ല, പണ്ടൊക്കെ ഈ തടിയൊക്കെ, വലിയ തടിയൊക്കെ വെട്ടി ഇങ്ങനെ ആന കൊണ്ടുവന്ന് ലോറിയിലോട്ടൊക്കെ കയറ്റുന്നത് നോക്കി നിൽക്കുമല്ലായിരുന്നു പോയി. അതെ. ഇപ്പം നമ്മളിന്ന് പോകുന്ന ഭരണങ്ങാനത്തുനിന്ന് ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാറ്, വണ്ടിപ്പെരിയാറ്, കുമളി, കമ്പം, വൈഗ ഡാം, ഈ റൂട്ടിലാണ് പോകുന്നത്. വൈഗ ഡാമിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ ഇത് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ മേലുകാവ് വഴി തൊടുപുഴ പോകും. നമുക്ക് റൈറ്റ് ശബരിമല, കാഞ്ഞിരപ്പള്ളിയൊക്കെ ചോദിച്ചോ. കുഞ്ഞിക്കണ ബോർഡൊക്കെ ഉറക്കം വായിക്കടാ. അപ്പോൾ മീനച്ചിലാറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ പൂഞ്ഞാർ. അതുവഴി മുണ്ടക്കയം വേണേലും പോവാം നമുക്ക്, പക്ഷേ കാഞ്ഞിരപ്പള്ളി വഴി പോവാം. അപ്പോൾ നമ്മൾ അരിയത്രപ്പള്ളിയുടെ അടുത്തെത്തി. 151 സ്ഥാപിതമായ കേട്ടോ ഈ പള്ളി. എല്ലാ മതസ്ഥരും എത്തുന്ന ഒരു പള്ളിയായത്, തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിലെ ലെഫ്റ്റിലേക്ക് പോയ ചേനാട്. ഇങ്ങോട്ട് ഈ വഴിക്ക് ഇച്ചിരി കുറച്ച് വളവും തിരിവും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ തിടനാട് എത്തി. തിടനാട് അതിലെ വലത്തേക്ക് പോയാലും ഭരണങ്ങാനത്തേക്ക് അല്ല. കാറും കൊണ്ടൊക്കെ വരുമ്പം ഷോർട്ട് കട്ടിൽ പോകുന്ന വഴിയാണ്. ഈരാറ്റുപേട്ട കൂടാതെ ഭരണങ്ങാനം ജില്ല. തിടനാട് മഹാദേവ ക്ഷേത്രം. മിക്കവാറും ക്ഷേത്രത്തിലൊക്കെ വരുന്നതായിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട്. പൈനാപ്പിളൊക്കെ കയറ്റുന്നുണ്ട്. ഡൽഹിക്കൊക്കെയാ പോകേണ്ട ലോഡുകളാണ് കയറ്റുന്നത് കേട്ടോ. അതെ, നമ്മളിതുവരെ പൈനാപ്പിൾ ലോഡൊന്നും കയറ്റിയിട്ടില്ലല്ലോ. അതെ. ഇപ്പം ഇവിടെ റബ്ബർ വെട്ടി ഇറക്കിയ സ്ഥലമാണ്. ഇനിയിപ്പോൾ അവിടെ റബ്ബർ തൈ വെച്ചിട്ടുണ്ടാവും. അതെ, കൈത മൂടിയിട്ടുണ്ട്. ചൂടായതുകൊണ്ടായിരിക്കും അല്ലേ, മൊത്തം ഓലയിട്ട് മൂടിയിട്ടേക്കുക. ചെമ്മലമറ്റം പള്ളിയത്. അതെ. ഇത് കാളകെട്ടി. കാളകെട്ടി വേറെ ഒരെണ്ണം ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു കാളകെട്ടി ഉണ്ട്, കോരത്തൂരിനപ്പുറം. ഇത് വേറൊരു കാളകെട്ടി. ഇത് അച്ചമ്മ മെമ്മോറിയൽ സ്കൂൾ കേട്ടോ. അച്ചമ്മയുടെ സ്കൂളുണ്ട് ഇവിടെ ഉണ്ടോ? അച്ചാമ്മയാ, നമുക്ക് അച്ചമ്മയെന്ന് വായിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ആനക്കല്ലിലെത്തി. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഒരു കാളകെട്ടി ഉണ്ട്. ഇവിടെയും കാളകെട്ടി ആനക്കല്ലുണ്ട്. അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് വന്ന വഴി എരുമേലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുണ്ട് കാളകെട്ടി ആനക്കല്ലും. നമ്മൾ ഭരണങ്ങാനത്ത് ഈരാറ്റുപേട്ട വഴി വന്ന് കാഞ്ഞിരപ്പള്ളി എത്തി. റബ്ബറിന്റെ നാടെന്നും കൂടെ പറയണം കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ കോട്ടയം, ലെഫ്റ്റിലേക്ക് പോയാൽ മുണ്ടക്കയം. കാഞ്ഞിരപ്പള്ളിയിൽ എപ്പോൾ വന്നാലും തിരക്കായിരുന്നു റോഡിൽ. ഇന്ന് തിരക്ക് കുറവുണ്ടല്ലോ. കാഞ്ഞിരപ്പള്ളിയൊക്കെ റബ്ബറിൻ്റെ കേന്ദ്രമായിരുന്നു. ഇപ്പം റബ്ബറൊക്കെ എല്ലാവരും വെട്ടിക്കളഞ്ഞിട്ട് റബ്ബർ വയ്ക്കുന്നവർ കുറവാണ്. റബ്ബർ കൃഷിയൊക്കെ കുറഞ്ഞ്, റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട്. ഇത് 26 മൈലാണ്. റൈറ്റിലേക്ക് പോയാൽ എരുമേലി, ശബരിമലയൊക്കെ പോകും. നമ്മൾ കോട്ടയം കുമളി റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KK റോഡ്. സെന്റ് ഡൊമിനിക് കോളേജ്, കാഞ്ഞിരപ്പള്ളി. നമ്മളിന്നേ തേനി ചെല്ലുമ്പോഴത്തേനും ഒരു സമയമാവുമല്ലോ. തേനി ചെല്ലുമ്പം ഒരു സമയമാവും.
മറ്റേ ലോഡൊക്കെ കയറ്റിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അതെ, ഇരുട്ടുമല്ലോ നേരത്തെ ചിലപ്പോൾ. ഇനിയിപ്പം മുണ്ടക്കയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ റേഞ്ച് ആയതുകൊണ്ട് വണ്ടി പതുക്കെ ഓടി എത്തുള്ളൂ. പാറത്തോട് ഈ KK റോട്ടിൽ കൂടെ എന്തോരോ ബസ്സിൽ യാത്ര ചെയ്തിരിക്കുന്നു. അതെ, മുണ്ടക്കയം ബൈപ്പാസാണ് വലത്തേക്ക്. നമുക്ക് നേരെ ടൗണിൽ കൂടെ തന്നെ പോകാം, വലിയ തിരക്കില്ല. ആ ബസ് പോകുന്ന വഴിയുണ്ടോ, അങ്ങോട്ടാണ് നമ്മുടെ ചായയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഏന്തയാർ. അതെ, അപ്പോൾ നമ്മൾ മുണ്ടക്കയത്താണുള്ളത്. മുണ്ടക്കയത്ത് നിന്ന് ഏന്തയാർ ഇളങ്കാടൊക്കെ പോകുന്ന റൂട്ടാണത്. മുണ്ടക്കയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടുന്ന് വലത്തേക്ക് കോരത്തോട്. ഇവിടുന്ന് 13 കിലോമീറ്റർ കോരത്തോട്. അതെ, അപ്പോൾ അവിടെ മുണ്ടക്കയം ഒരു ക്രോസ്വേ പാലമുണ്ട്. പാലമൊക്കെ കിടന്ന് റൈറ്റിലേക്ക് പോകണം. അപ്പോഴേ കോട്ടയം ജില്ല ഈ പാലത്തിന് ഇക്കരെ കൊണ്ട് തീരുക. അടുത്ത ഈ പാലം കടന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലേക്കാണ് കയറുന്നത്. മണിമലയാറാണ്, വെള്ളമൊന്നുമില്ല. അതെ, വെള്ളം ഉള്ളപ്പോൾ ആ പാലത്തിൻ്റെയൊക്കെ താഴത്തെ പാലത്തിൻ്റെയൊക്കെ മുകളിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. അതെ, ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ കയറി കേട്ടോ. നമ്മളെ ഈ പിന്നെ വേറെ ലോങ് ഒക്കെ പോകുമ്പോൾ ഓരോ സംസ്ഥാനം പറയുന്ന പോലെ തന്നെ ഇപ്പം ജില്ല പറയാം. അതെ, കോട്ടയം കഴിഞ്ഞപ്പോൾ ഇടുക്കി കയറി. അപ്പം ഇനി നമ്മൾ കുറച്ച് നേരം ഇടുക്കിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് 35 മൈൽ പെരുവന്താനം പോലീസ് സ്റ്റേഷനാണ്. അത് ഇതുണ്ട്, കൈതകൃഷിയുണ്ട് റബ്ബർ തോട്ടത്തിനകത്ത്. ഇവിടുന്ന് നമ്മുടെ ഹൈ റേഞ്ചിലേക്കുള്ള കയറ്റം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജോബി ബ്രോയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതേ ഇവിടുന്ന് ഈ റൈറ്റിലേക്കാണ്. വടക്കേമല അല്ല തെക്കേമല, പള്ളിയാങ്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇത് വഴിക്ക്. അത് വഴിയാണ്. പതുക്കെ പതുക്കെ മല കയറി പോവാല്ലേ. അതെ, ഇത് ഇടയ്ക്ക് അലാറം അടിക്കുന്നത് എന്നാന്നറിയോ? റൈറ്റ് സൈഡിലിരിക്കുന്ന സാധനം കണ്ടോ? അതെ, ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറിന് മുന്നറിയിപ്പ് നൽകുന്നതാണ്. അതെ, ശ്രദ്ധ മാറുമ്പം. അതെ, എന്റെ കണ്ണിടയ്ക്കിടയ്ക്ക് ആ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ പോവുമല്ലോ. അത് മനസ്സിലായി, പുള്ളിക്കാരന് മനസ്സിലായത്. അന്നേരം അലാറം അടിക്കുന്നത് ഈ സാധനമാണ്. അലാറം അടിക്കുന്നത് അതായത് DSM എന്ന് പറയാം, ഡ്രൈവർ സ്റ്റേറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാണിത്. അതായത് ഡ്രൈവറെ ശ്രദ്ധ മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറക്കമൊക്കെ വരികയാണെങ്കിൽ ഉറങ്ങിയൊക്കെ പോയെങ്കിൽ ഇത് അലാറം അടിക്കും. നല്ലതല്ലേ? അത് നല്ലതാ. എങ്ങോട്ടേലും തലേന്ന് തിരിച്ച് നോക്കട്ടെ അടിക്കുന്നു. അന്നേരം അടിച്ചില്ലോ, മുമ്പെല്ലാം അടിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, അങ്ങനെ നോക്കുമ്പോഴല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വളവ് തിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുകയും ബാഗിലും അല്ല ഇങ്ങനെ ചെരിയുകയും ചെയ്യുമല്ലോ. അന്നേരം അത് അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഉറക്കം വന്നാലും ഇങ്ങനെ നേരെയുള്ള വഴിക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പം കണ്ണടഞ്ഞു പോയാലും അലാറം അടിക്കും. അത് ശരിക്കും ഈ നാഷണൽ പെർമിറ്റ് വണ്ടികളെ നല്ലതാണ്. കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അതിനൊരു ഈ തിരിവാണേലും ഒരു ഇത്ര ഒരു ഇത് കാണും. അത് കഴിഞ്ഞാലേ അത് അടിക്കത്തുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് അടിക്കാത്തെന്ന് തോന്നുന്നു. കണ്ടോ, ടൂറിസ്റ്റുകൾ ഉണ്ടോ? തേക്കടി മൂന്നാറൊക്കെ പോയിട്ട് വരുന്ന ഈ വളവ് തിരിയുമ്പോൾ നോക്കട്ടെ നമ്മുടെ അലാറം അടിക്കുമെന്ന് നോക്കട്ടെ. ഇല്ലല്ലോ. നല്ല വളമൊക്കെ തിരിയുമ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ചെരിഞ്ഞ് നോക്കുമ്പം. അതേപോലെ തന്നെ നമ്മൾ ഓടിക്കുമ്പോഴും കണ്ണടഞ്ഞു പോവോ ഉറക്കം വന്നിട്ടേ അങ്ങനെയൊക്കെ വന്നാലും ഇതേപോലെ അലാറം അടിക്കും. നമ്മളെ ബംഗാളിലും ആന്ധ്രയിലെയൊക്കെ കാളച്ചന്തകൾ കണ്ടു. നമ്മുടെ കാളച്ചന്ത ഇതാ. നമ്മുടെ കാളച്ചന്ത ഇതാ, കൊടികുത്തി ഉണ്ട്. ഇന്ന് ചന്ത ദിവസമാണ്, കുറച്ചേ ഉള്ളു കേട്ടോ, ഇറങ്ങാൻ മാത്രം ഇല്ല. ഇവിടെ കാള മാത്രമേ ഉള്ളൂ കേട്ടോ. എരുമയും പോത്തൊക്കെ കുറച്ചുണ്ട്. അത് പോട്ടെ, സമയം പോകും. പണ്ടൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇതിലെ നടത്തിക്കൊണ്ടായിരുന്നു കാളകളെ കൊണ്ടിരുന്നത് ഈ KK റോഡിൽ കൂടെ. പിന്നെ കുമളി വഴി കയറി KK റോഡിൽ കൂടെ നടത്തിക്കൊണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ റോഡ് നിറഞ്ഞ്, കുറച്ചൊന്നുമല്ല ഒത്തിരി കാളകൾ കാണും. റോഡ് നിറഞ്ഞു വരും, വണ്ടി വരുമ്പോ എന്നിട്ട് അതിനെ അടിച്ച സൈഡിലോട്ട് മാറ്റി. അങ്ങനെ അന്നും ഇത്രയും വണ്ടി തിരക്കൊന്നും ഇല്ലല്ലോ, അങ്ങനായിരുന്നു. നാളെ നമ്മൾ താഴേക്ക് നോക്കി എന്നെ പച്ചപ്പായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇലകളെല്ലാം പൊഴിഞ്ഞ് റബ്ബർ മരങ്ങളൊക്കെ ഉണങ്ങിയ പോലെ. റബ്ബറൊക്കെ കുറെ വെട്ടി തൈ വെച്ചേക്കുക. ഇപ്പൊ നമ്മൾ പെരുവന്താനം മുകളിലാണ് സിറ്റി. പോലീസ് സ്റ്റേഷൻ താഴെ കണ്ടു, 35-ലായിരുന്നു പെരുവന്താനം പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇതാണ് പെരുവന്താനം. നമ്മുടെ മുണ്ടക്കയം ഹൈ റേഞ്ചിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് എന്റെ ചെറുപ്പത്തിൽ ജീപ്പും കൊണ്ടൊക്കെ വരുമ്പോ എപ്പോ വന്നാലും ഇവിടെ മഞ്ഞായിരിക്കും. വഴി കാണത്തുമില്ല. എന്നിട്ട് ഇങ്ങനെ ഈ കുട്ടിക്കാനം തൊട്ട് അങ്ങ് താഴെ പെരുവന്താനം വരെ ഇറങ്ങി ചെല്ലുന്നിടം വളരെ ശ്രദ്ധിച്ച് പോകണം. ഇത്തിരി വർഷം മുന്നേ കേട്ടോ, ഒരു 90 തൊട്ട് ഇങ്ങോട്ട് സമയം. മഴയും മഞ്ഞും ഒക്കെ ഉള്ളപ്പോഴാണ് ഭയങ്കര കോടമഞ്ഞായിരിക്കുമല്ലോ. ഇപ്പൊ മഴയൊക്കെ ഉള്ളപ്പം മഞ്ഞുണ്ട്, എന്നാലും പഴയതിനെ അപേക്ഷിച്ച് കുറവാ. എന്നിട്ട് ഇങ്ങനെ ചാറ്റ മഴയാ മിക്കവാറും മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും.
മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ വണ്ടിയാണ് കയറി വരുന്നത്. നേരത്തെ തൊട്ടേ ഓർക്കാം നീ കുട്ടിക്കാനത്ത് 2-3 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു വീട് വെക്കണമെന്ന് ഓർക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ഓ അതുകൊണ്ട് തന്നെ കാര്യം കാലാവസ്ഥയൊക്കെ മാറി. അല്ല ഇപ്പൊ വീട്ടിലിരിക്കാൻ നേരമില്ല. ഇനിയിപ്പോ വീട് വെച്ചാലും ഇച്ചിരി ശ്രദ്ധ മാറുമ്പോഴേ അലാറം അടിക്കുന്നുണ്ട് കേട്ടോ. ആ പിന്നെ അതാ അതിനുവേണ്ടി അത് പിടിപ്പിച്ചേക്കുന്നേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ടപ്പന, റൈറ്റിലേക്ക് കുമളി തേക്കടിയൊക്കെ, പീരുമേട്, പെരിയാറൊക്കെ. കുട്ടിക്കാനെന്ന് കേൾക്കുമ്പോഴേ ഇപ്പം മരിയൻ കോളേജാണ് എല്ലായിടത്തും അല്ലേ? കോളേജാ മെയിൻ. ഈ കോളേജ് വന്നേ പിന്നെ കുട്ടിക്കാനം ഇത്രയും തെളിഞ്ഞത്. പിന്നെ കുട്ടിക്കാനം നല്ലേ, ഞാൻ നോക്കിയിട്ട് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കാലാവസ്ഥ. ഇവിടെ നല്ല തണുപ്പും മഞ്ഞും. അല്ല ഇവിടെ ഇഷ്ടംപോലെ പിന്നെ കോട്ടേജുകളൊക്കെ ഉണ്ട്, റിസോർട്ടുകളും ഉണ്ട്. നല്ല ഭംഗിയുള്ള വിഷ്വൽസും ഉണ്ട്. നല്ല പ്രകൃതി സൗന്ദര്യമാണ്. ഇതുപോലെ ഒരു വീട് പണിത് വരണമെന്നല്ലേ ഓർക്കുന്നത്? ഇത്രയും വലുതൊന്നും വേണ്ട, ഒരു കുഞ്ഞു വീട് മതി. 2-3 ഓരോ ദിവസമൊക്കെ അല്ലേ വന്ന് സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് കാട് കയറി ചുമ്മാ കിടന്ന് നശിച്ചു പോകും അത്ര തന്നെ. അല്ല അങ്ങനല്ല, അതൊക്കെ നോക്കണം ഇടയ്ക്ക് വന്ന്. കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത്. ഡ്രൈവർ ഭയങ്കര കറക്കാണല്ലോ കറക്കുന്നത്. പിന്നെ ഇന്ന് നല്ല വളമൊക്കെ ഉള്ളടം കിട്ടി, അന്നേരം പിന്നെ കറക്കാതിരിക്കുന്നത് എങ്ങനെ? അത് കുറച്ചൊന്നും ക്യാമറാമാൻ എടുത്തില്ല. ശരിയല്ല കേട്ടോ, ഇന്ന് ഒത്തിരി ഞാൻ കറക്കിയതാ, ഒന്നും എടുത്തില്ല. എവിടെ ഡ്രൈവിംഗ് ടെസ്റ്റും വണ്ടി ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പീരുമേട്. ഞാൻ ഓർക്കും ഇതിന് ഈ വണ്ടിയല്ല ഇവിടെ കിടക്കുന്നതെന്ന്. പീരുമേടായല്ലോ. ഇന്നേ നമുക്ക് കോ ഡ്രൈവറായിട്ട് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. പുറയിലിരിപ്പുണ്ട്. പുറയിലിരിക്കും. ഇടയ്ക്ക് ഫോൺ ചെയ്തൊക്കെ ആയിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലോട്ട് വന്നില്ലായിരുന്നു. അതെ, ഇതേ പിന്നെ നല്ലപോലെ കാലൊക്കെ താത്തു വെച്ച് നല്ല സൗകര്യത്തിന് ഇരിക്കാമല്ലോ. പീരുമേടൊക്കെ ഇഷ്ടം പോലെ റിസോർട്ടുകളായി ഇപ്പൊ കേട്ടോ. പഴയ പോലെ ഒന്നുമില്ല, പണ്ട് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ഇതിലെ ഒത്തിരി വണ്ടി ഓടിച്ച് നടന്നല്ലേ ജീപ്പ്? അതെ അതെ അതെ. ചേട്ടനും അനിയനും. ഹൈ റേഞ്ചിൽ അത് കട്ടപ്പന സൈഡായിരുന്നു, എന്നാലും ഒരുപാട് കാലം നമ്മളെ ഡ്രൈവിങ്ങിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹൈ റേഞ്ചിൽ നിന്നാണ്. അതിന്റെ ഗുണം കാണാനുണ്ട് കേട്ടോ. അതെ, നമ്മുടെ കോരത്തോട്ടിൽ കൂടെ ഒഴുകുന്ന അഴുതാ നദിയാണ് ഇതിനടിയിൽ കൂടെ പോകുന്നത് കേട്ടോ. ഇവിടെ അഴുതെന്ന് സ്ഥലപ്പേരുണ്ട്. പമ്പാ നദിയുടെ പോഷക നദിയാണ് അഴുതയാറ്. SNDP യോഗം പീരുമേട് യൂണിയൻ. ഓടിക്കാൻ തരണോ? ഓടിക്കാൻ തരാം. ഡേഞ്ചറസ് വഴികളൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഓടിക്കാൻ തരാം. ക്യാമറ പറയുന്ന പോലെ. അല്ല ഇനിയുണ്ട് അങ്ങോട്ട് വഴികളൊക്കെ. ആ കുമളിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ ചെറിയ വഴിയൊക്കെയാ. തിരിച്ചു വരാനല്ലേ, ട്രോഫി തിരിച്ചേൽപ്പിക്കാനാ. അപ്പൊ അതുപോലെ തന്നെ ഞാനും പുതിയ വണ്ടി BS6 വണ്ടി അത് എങ്ങനെ ഓടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പൊ അവര് ഞാൻ അവിടെ ഇടയുള്ളിടത്ത് നിർത്ത്. കൂടുതൽ സുഖം പഠിച്ചു പോയാൽ പിന്നെ ഇനിയിപ്പോ BS6 വണ്ടിയിലേക്ക് മാറേണ്ടി വരുമോ? ഓ അത്ര സുഖം BS6 വണ്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഈ EMI അടയ്ക്കുന്ന കാര്യം ഓർത്തിട്ട്. അല്ലാതെ വേറെ ഓടിക്കുന്നതിനൊക്കെ സുഖമൊക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാ. പക്ഷെ ഈ 30 പൊക്കം EMI വരുമ്പോ അത്ര ഒരു സുഖം കാണുകയല്ല. അതാണ് ഇതിന്റെ വില. അതുകൊണ്ടാണ് പഴയ വണ്ടി ആകുമ്പോഴേ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ പോയിച്ച് വരുമ്പോൾ വണ്ടിക്ക് ബാലൻസ് ഒന്നും കാണുകയില്ല. നീ കയ്യിൽ നിന്ന് പൈസ എടുത്ത് EMI കൂടെ അടയ്ക്കാന്ന് പറഞ്ഞാൽ അതെ, പുതിയ വണ്ടിക്ക് ഒരു കുറഞ്ഞതൊരു 90, 80 രൂപ, 90 രൂപ, 1 രൂപ വരെ EMI ആകും ഒരു മാസം. ഒരു 4 വർഷം 5 വർഷം അങ്ങനെ അടയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഓടിക്കാം. ഇടുക്കിയുടെ സൗന്ദര്യം കണ്ടോ, എന്നാ രസമല്ലേ? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തന്നെ രസമില്ല ഇപ്പൊ. അതെന്നാന്നറിയോ, ഉണക്കൊക്കെ തുടങ്ങിയോണ്ടേ. തുടങ്ങേണ്ട ഇത് ഇവിടെ തേയിലയൊക്കെ ഇനിയിപ്പോ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും ഒക്കെ കാണാം. ഈ വഴിക്ക് തേയിലത്തോട്ടമാണ് കൂടുതൽ. പിന്നെ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ കൃഷികളൊക്കെ കാണാം. ഈ റൈറ്റിലേക്ക് പോകുന്നതാണ് പരുന്തുംപാറ. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് അങ്ങോട്ട് പോയാൽ. ഈ തേയിലത്തോട്ടം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടെ നിർത്തിക്കോ.
അതെ, നമ്മുടെ ഉപ്പുതറ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറാണ് സാറ്. സാറിന്റെ പേര് ഹെൻറി. ഇത് ഫ്രണ്ട് അല്ലേ? ജാക്സൺ. പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. എന്നാന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇവിടുന്ന് ഒരു ടാങ്കർ ഓടിച്ച ഒരു ഡെലീഷ്യ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് 1-2 പേര് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ കേരളത്തുള്ളു. പക്ഷെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പേര് ഓടിക്കുന്നുണ്ടെന്നുള്ള ഒരു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പം ഞാൻ കണ്ടില്ല, ഞങ്ങളാണ് കണ്ടെന്ന് പറഞ്ഞു, അവരാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. മക്കൾ എത്ര പേര്? മക്കള് രണ്ടുപേര് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓക്കെ, എവിടെയാ പഠിക്കുന്നത്? ഒരാള് ചെന്നൈയില് SRM-ല്, ഒരാള് രാജഗിരിയില് കാക്കനാട്. അല്ല, BBA-ക്ക് പഠിക്കുന്നു. എൻ്റെ കസിൻ സിസ്റ്റർ SRM-ലായിരുന്നു, ഇപ്പം സൗദിയില്ല. എനിക്ക് 2 പിള്ളേര്. മോള് ബിടെക് ഫസ്റ്റ് ഇയർ എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ്, മോന് 9-ല്. വൈഫ് മെഡിക്കൽ കോളേജിൽ നേഴ്സ്. നേഴ്സാണ്. കേരളം ഒട്ടാകെ അല്ല, ഇന്ത്യ ഒട്ടാകെ അല്ല, മറ്റേ അവാർഡെല്ലാം പേര് പാപ്പ ഹെൻറി. പ്രത്യേക അന്വേഷണം പറഞ്ഞു. തീർച്ചയായിട്ടും കണ്ടതിലും വളരെ സന്തോഷം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. പഴയ പാമ്പനാർ പാലം കേട്ടോ. പുതിയ പാലം കാണുമല്ലോ? പുതിയ പാലമൊന്നുമില്ല, ഇല്ലേ? പഴയ പാമ്പനാറായിരുന്നു. ഇവിടെ ഈ സൈഡിലായിരുന്നു പണ്ടത്തെ പാമ്പനാറ്. സിറ്റി അങ്ങോട്ട് മാറി, അതാ പഴയ പാമ്പനാർ എന്ന് പറയുന്നത്. ഇത് പഴയ പാമ്പനാറും അപ്പുറത്തെ പുതിയ പാമ്പനാറും. അത്രേ ഉള്ളൂ. മുമ്പേ കണ്ടത് പഴയ പാമ്പനാറും ഇത് പുതിയ പാമ്പനാറും, ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം അത് പണ്ടത്തെ ടൗൺ അതായിരുന്നു. ഇപ്പം പക്ഷേ സിറ്റി ഇങ്ങോട്ട് വന്നു, മാറി, അതേ ഉള്ളൂ. ഇത് പട്ടുമല പള്ളിയാണ്, പട്ടുമല മാതാവിൻ്റെ ദേവാലയം. തീർത്ഥാടന കേന്ദ്രമാണ്. നല്ല തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുക്കായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, ചുറ്റിനും മനോഹരമായ തേയിലത്തോട്ടമാണ്. പട്ടുമുടി ടീ. ഇവിടെ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഈ ഏരിയ എല്ലാം നല്ല രസമാണ്. ഈ തേയിലത്തോട്ടം കാണാൻ ഭയങ്കര ഭംഗിയാണ്. എസ്റ്റേറ്റ് ലയങ്ങളാണ് ഇത് കേട്ടോ. എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന വീടുകളാണ്, അതിനാണ് ലയം എന്ന് പറയുന്നത്. ഈ സ്ഥലം അറിയപ്പെടുന്ന കരടിക്കുഴി എന്നാണ്. ആ കരടികളെ ഒന്നും കാണാനല്ല, പണ്ട് കാലത്തൊക്കെ കരടികളൊക്കെ കാണുമായിരുന്നായിരിക്കും. അതെ, അതായിരിക്കും കരടിക്കുഴി എന്ന് പറയുന്നത്. കണ്ട ആ തേയിലത്തോട്ടത്തിന്റെ നടുക്കതേ ഒരു ചെറിയൊരു ലേക്ക്. ഈ റോഡൊക്കെ പണിതപ്പോൾ എന്ത് പാറയൊക്കെ പൊട്ടിച്ചു മാറ്റിയ റോഡ് പണിതല്ലേ. ഇനിയും ഇഷ്ടം പോലെ പൊട്ടിക്കാൻ ഇരിപ്പുണ്ട് സൈഡിലൊക്കെ. വഴി വീതി കൂട്ടുമ്പോൾ പൊട്ടിക്കും. അതെ, അതുകൊണ്ടോ തേയിലയൊക്കെ കൊളുന്ത് കൊണ്ടുപോകുന്നുണ്ടോ? തേയിലയുടെ മറ്റേ കിളുന്ത് നുള്ളി കമ്പനിയിലോട്ടേക്ക് പോന്ന നമ്മളെ വണ്ടിപ്പെരിയാറാകുന്നു. ഈ കൊളുന്ത് വണ്ടി കാണുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നേ, പണ്ട് അന്യാർതുള്ളിൽ താമസിച്ചാ കുറേ വർഷം, 5-8 വർഷം. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ്. അപ്പോഴേ ഈ അന്യാർതുള്ളിൽ താമസിച്ചപ്പോഴേ അന്നൊക്കെ അവിടെ എല്ലാം വഴി ഭയങ്കര മോശമാണ്, ജീപ്പ് മാത്രമേ ഉള്ളൂ. ഇനി കൊളുന്തെടുക്കാൻ വേണ്ടി വണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീപ്പിൻ്റെ പുറയിൽ ഒരു ട്രെയിലർ പിടിപ്പിക്കും, ഒരു ബോക്സ് പെട്ടി പോലെ 2 ടയറും പിടിപ്പിച്ച് അത് ജീപ്പ് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിനകത്താണ് കൊളുന്ത് കയറ്റുന്നത്. കർച്ചേസ് ജീപ്പുകൾ, പെട്രോൾ ജീപ്പുകളൊക്കെയാണ് അന്നുള്ളതേ. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് പിക്കപ്പ് ഒന്നും ഇല്ലല്ലോ, കാണുന്ന ഇതാ. അത് ആ വണ്ടി എന്നും വൈകുന്നേരം ഒരു സമയമാകുമ്പം ഈ കൊളുന്തെടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ കട്ടർ വഴിയെല്ലാം മോശമായതുകൊണ്ട് പൊടപൊടപൊടന്ന് സൗണ്ടായത്. ഈ ട്രെയിലർ ഇതിൻ്റെ പുറയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കുഴയുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് അടിക്കും. അപ്പോൾ ഇതേ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ്, നമ്മൾ പെരിയാറിന് മുകളിൽ കൂടിയാണ് പോകുന്നത്. വെള്ളം കുറവാണ്. ഒന്ന് പാടിക്കും. പെരിയാറിൽ കൂടെ വരുമ്പം പിന്നെ വേറൊരു വണ്ടിപ്പെരിയാർ വഴി വരുമ്പോൾ നമ്മൾ ഇന്നാളത്തെ ഒരു കാര്യം കൂടെ ഓർക്കും. എന്നാന്ന് പറയാമോ? ഏതാ നിനക്കറിയോ? എന്നാ നമ്മുടെ KLI 510 ഇവിടെ ആയിരുന്നു കൊടുത്തത് പണ്ട്. അത് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. ഒരുപാട് കാലം ഇവിടെ ഉണ്ടായിരുന്നു ആ വണ്ടി. ആ വണ്ടിയും കൊണ്ട് നടക്കുമ്പോഴേ കട്ടപ്പനയൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ അന്ന് KLI 510 എന്നാ വണ്ടി നമ്പർ, എന്നെ 510 എന്നായിരുന്നു വിളിക്കുന്ന പേര് 510. അതെ. പിന്നെ അന്നൊക്കെ വണ്ടികൾ വളരെ കുറവാണ്, അതാ ഈ നമ്പർ ഇങ്ങനെ ആൾക്കാർ ഓർത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്നൊക്കെ അങ്ങനല്ലല്ലോ. അതെ, അതെ. നമ്മളിപ്പോൾ ആ വലത്തേക്കാണ് പുല്ലുമേട് വഴി പോകുന്നത്. പുല്ലുമേട് വഴി ശബരിമലയ്ക്ക് ഇറങ്ങിപ്പോ ആ വഴി ഒന്ന് നമുക്ക് ഇനി ഒരു സീസണിൽ പോകണം.
ആ വള്ളക്കടമൊക്കെ കൂടി, അതായത് പമ്പ ചെല്ലുകയല്ല, ശബരിമലയുടെ മോൾ വശമാണ് ശരിക്കും ഇപ്പം ഇതിലെ ഇറങ്ങി ചെല്ലുന്നത്. മോളിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുക ശബരിമലയിലേക്ക്. ആ വഴി ഞാൻ കാര്യം പുല്ലുമേട് വരെ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് അതിലെ നടന്നു പോയിട്ടില്ല. അതിലെ ഒരു ദിവസം ഒന്ന് പോകണം. അല്ല, ഗവിക്ക് പോയിട്ട് ഗവിയിൽ നിന്ന് നമ്മൾ ഇവിടെ ഇറങ്ങി വരുന്നത്, പക്ഷെ ആ വഴിയിൽ നിന്ന് കുറച്ച് വേറെ കയറിയിട്ട് ശബരിമലയ്ക്ക് വേറെ വഴിക്ക് നടന്നു പോകണം. വണ്ടി ഇല്ലല്ല, പുല്ലുമേട് വഴിയെ ചെല്ലുള്ളൂ. ആ, ഇതിലെ ഒരുപാട് അയ്യപ്പന്മാർ ശബരിമല സീസണിൽ പോകുന്നതാ. ഇപ്പൊ KSRTC ഉണ്ട് പുല്ലുമേട് വരെ. ഉണ്ടല്ലേ? ആ പിന്നെ ഉണ്ട്. പണ്ട് ഞാൻ ഇവിടെ ജീപ്പുണ്ടായിരുന്നപ്പോൾ ഞാൻ ട്രിപ്പ് വെച്ചിട്ടുണ്ട് ശബരിമല സീസണിൽ. അതെ, അന്നേരേ നമ്മള് ബംഗാളിലും ബീഹാറിലും പിന്നെ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ കാണുന്ന പോലെ ജീപ്പിന്റെ പുറത്തൊക്കെ കയറിയിരുന്ന അയ്യപ്പന്മാർ പോയിക്കൊണ്ടിരുന്നേ ഈ ശബരിമല സീസണിൽ. കാരിയറിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇതുണ്ട്, നമ്മുടെ പോലെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, അത് ചെറിയ വണ്ടികളൊക്കെ കൊണ്ടുപോകാനുള്ള കാറും അങ്ങനെയൊക്കെയുള്ള. മേപ്പുരട്ട് സ്ഥലപ്പേര് കേട്ടോ, മേപ്പുരട്ടെന്നൊക്കെ എസ്റ്റേറ്റിലെ പേരുകളാ. അതൊക്കെ എസ്റ്റേറ്റ് ഏരിയ എസ്റ്റേറ്റിലേക്ക് വന്നത്. അങ്ങനെ ഓടിച്ചിട്ട് കുഴപ്പമില്ല. പഴയ വണ്ടി ഇതായിട്ട് വലിയ വ്യത്യാസമൊന്നും പറയാനില്ല കേട്ടോ. ഭാരതവൻസ് ആകുമ്പോൾ എല്ലാം ഒരുപോലൊക്കെ ഉള്ളൂ, വലിയ വ്യത്യാസം പറയാനില്ല. പഴയ വണ്ടിയാണ് ഞാൻ നോക്കിയിട്ട് പിന്നെ ശകലം ഓടിക്കാൻ സുഖം. പഴയ വണ്ടിക്ക് ഇച്ചിരി തേയ്മാനമൊക്കെ എല്ലാം ഫ്രീ ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. ഇതൊരു ശകലം കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ അതുപോലെ ആവും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇപ്പം മറ്റേ 8-9 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയും ഇതൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. വണ്ടി പുതിയവണ്ടി ആണെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുതിയവണ്ടി ആണല്ലോ ഓടിക്കുന്നതെന്നുള്ള ഒരു ഫീലിംഗ് അത്രേ ഉള്ളൂ. ഈ വണ്ടി കിലോമീറ്റർ എത്രയായി? 9400 അല്ലേ? 9400. ആ, സംസ്ഥാന പച്ചക്കറിത്തോട്ടം വണ്ടിപ്പെരിയാർ. നമ്മള് കുമളി എടുക്കാറായി. നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പോയാലേ ഇവിടുന്ന്. കുമളയിൽ നിന്നുണ്ടാല് കേരള ശാപ്പാട് കഴിക്കാം, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട് ശാപ്പാട് കഴിക്കാം. ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ ഇനി അവിടെ ചെന്ന് കഴിക്കണമെങ്കിൽ പിന്നെ സമയം പോലെ. വേറെ കാര്യമുണ്ട്, നമ്മള് വൈഗ ഡാമിലേക്കാ പോകുന്നത്. അവിടുത്തെ ഡാമിലെ മീനും ചോറും അവിടെ ചെല്ലുമ്പോൾ കിട്ടും. കഴിച്ചേ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. അല്ലെങ്കിൽ നല്ല മീൻ വറുത്തതോ കറിയോ കുളമ്പോ എന്നാണെങ്കിലും ഇവിടെ നിർത്തി നമുക്ക് ചോറിനിട്ട് പോവാം. അവിടെ ഒരു നാടൻ ഊണുണ്ട്, അവിടെ കല്യാണി. അപ്പൊ നമ്മള് ഊണൊക്കെ കഴിഞ്ഞിങ്ങി പോന്നു. നല്ല നാടൻ ഊണും മീൻ വറുത്തതും. അതെ, സിലോപ്പിയ വറുത്തത് നല്ലതായിരുന്നു അല്ലേ? നല്ല ഊണായിരുന്നു. അപ്പം നമ്മള് കുമളി എത്തി. അപ്പം ഉടനെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. കേരളം ഇവിടെ തീരുക കുമളിയിൽ. അതെ, അപ്പോഴേ ഇത് തേക്കടിക്കവലയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 4 കിലോമീറ്റർ പോയാൽ തേക്കടിയാണ്. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്, അതുണ്ടോ? അതാണ് തേക്കടി പോകുന്ന റൂട്ട്. കുമളയിൽ നിന്ന് ഈ മൂന്നാറൊക്കെ കാണാൻ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ തേക്കടിക്കും വരുന്ന നോർത്ത് ഇന്ത്യൻസൊക്കെ, പിന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്ന. ഇത് എവിടെ നിന്നാണ്ടോ നേരെ പോയാൽ കമ്പം തേനിയൊക്കെ, ഇത് വണ്ടമേട് നെടുങ്കണ്ടം മൂന്നാറൊക്കെ പോകും ആ റൂട്ട്. ഇതാണ് കുമളി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെയാണ് ഇവിടെ. നമ്മൾ കേരളം തീരാറായി. കേരളത്തിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റുകളൊക്കെയാണിത്. RTO പിന്നെ എക്സൈസ് ചെക്ക് പോസ്റ്റൊക്കെയാണ്. ഇതേ ഇവിടെ നമ്മൾ ഇത് പോലീസ് സ്റ്റേഷനാണ്, കുമളി പോലീസ് സ്റ്റേഷൻ. ഇത് നേരെ തമിഴ്നാട്ടിൽ കയറി. തേനി 63, തൃച്ചി 236, ദിണ്ടിക്കൽ 138, ചെന്നൈ 559. ഇവിടുന്ന് എപ്പോഴും 24 മണിക്കൂറും ബസ്സുണ്ട് കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലേക്കും. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, തമിഴ്നാട് ബസ്സുകൾ. ഇതുണ്ട്, തമിഴ്നാട്ടിലെ ബസ്സിന് വന്ന് ഇറങ്ങിയ ആൾക്കാർ കേരളത്തിലേക്ക് പോകുന്ന. ഇതെല്ലാം തമിഴ്നാട് ബസ്സുകളാണ്. പ്രൈവറ്റ് ബസ്സും വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കയറി. ഇനി നേരെ ലോവർ ക്യാമ്പ്, കമ്പം, തേനി. തേനിയിലൊണ്ടും തീരുകയല്ല, തേനി ചെന്നാൽ പോരാ, വൈഗ ഡാമിൻ്റെ അടുത്ത് ചെല്ലണം. അതുകൊണ്ട് സമയം കളയാതെ പോകണം. ഇവിടെ നിന്നും വണ്ടി നിർത്താൻ പാടില്ല, അതെ നോ പാർക്കിംഗ് ആണ്. ഫൈൻ 1000 രൂപ. ഇവിടെ ഇപ്പം വേനലായതുകൊണ്ടാണ് കരിഞ്ഞിരിക്കും. നല്ല ഇവിടെ നല്ല രസമാണ് മഴക്കാലത്ത്. തമിഴ്നാട് വണ്ടികൾ കയറി വരുന്നുണ്ടോ? എല്ലാം കുമളി വരെ ഉള്ളൂ. ഈ റൂട്ടേ നല്ല രസമുള്ള ഒരു റൂട്ടല്ലേ. നമ്മുടെ അവിടുന്ന് മുണ്ടക്കയത്ത് നിന്ന് കയറി കുമളി വന്നിട്ട് ഇതിലേത് എനിക്ക് കമ്പത്തിന് ഇറങ്ങിപ്പോകുന്നത് നല്ല അടിപൊളി റൂട്ടാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കി ഓടിച്ചോണം. ബസ് ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട് കേട്ടോ. ആ, ബസ് ഇഷ്ടം പോലെ ഉണ്ട്, എപ്പോഴും വണ്ടിയുണ്ട്. ഒരു ബസ് കൂടെ കയറി വന്നു. ഇതാ ബസ്സുകാരൻ വെച്ച് പുറകോട്ട് എടുത്താൽ മതിയായിരുന്നു. നമുക്ക് അതിൽ ഇറങ്ങിപ്പോകാൻ പറ്റുമല്ലോ കേട്ടോ. അതിലെ പോവല്ലെന്നേ. ആ, പോവും വേണേ. അതിൽ സിപ്പുറത്തോടെ കയറ്റി വിടുന്നു.
മാറ്റിക്കൂടാ, ബസ് അങ്ങനെ മാറട്ടെ. ബാക്കി നോക്കണം, ബാക്കി. മുമ്പേ പറഞ്ഞില്ലേ ഹൈ റേഞ്ച് വന്ന് താമസിക്കണമെന്ന്. അല്ല, ഒരു ചെറിയ വീട് വെച്ച് ഇതുപോലെ തേയിലത്തോട്ടമൊക്കെ ഉള്ളടുത്ത്. അതിന് ഇത്രയും പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. ഒരു റിസോർട്ടിൽ പോയി താമസിച്ചാൽ പോരെ, ഒരു ദിവസമോ 2 ദിവസമോ. പിന്നെ ഇത് പണിതിട്ട് ഇത് നോക്കാൻ ആളെ വെക്കണം, ഇടയ്ക്ക് വന്ന് നോക്കണം. പിന്നെ ഇത് മൊത്തം കാടും കയറി നശിച്ച് കിടക്കും. അതൊന്നും പാടില്ല. റിസോർട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വാടക കൊടുത്താൽ പോരെ. ഇവിടെ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കണം, എത്ര രൂപ ആവും? ചെറിയ വീടാണെങ്കിലും എത്ര രൂപ ആവും? നല്ല പൈസയോ? ആ, അത് മതി. നമ്മളിടയ്ക്ക് എല്ലാവരും വന്ന് താമസിക്കാം. ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് വന്നിട്ട് ഇന്നലെ എവിടെ ആയിരുന്നു? അതപ്പോ ഇങ്ങനെ ഒരു ദിവസം വന്നൊക്കെ താമസിക്കുന്നല്ല. ഇനി അടുത്ത ട്രിപ്പ് പോയിട്ട് വന്നിട്ടാണ് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് വരാം. 5 ദിവസം ആ മഞ്ഞിനകത്ത് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. അതിൽ കൂടി എന്നാ റെസ്റ്റ് വേണം? പഞ്ചാബിൽ കിടന്ന് അത്രയും സുഖം അല്ല, അത്രയും സുഖം എന്നാണേലും ഈ ഇവിടെ വന്ന് റൂം എടുത്ത് കിടന്നാൽ കിട്ടുകയില്ല. നല്ല മഞ്ഞും എന്നെ അത്ര അതിൽ കൂടെ അതല്ലേ കിടന്ന് ഉറങ്ങാൻ എന്നെ സുഖമായിരുന്നു. എന്നിട്ട് ഏക്കുന്നത് എപ്പോഴാ? 9 മണിക്കും 10 മണിക്കും രാവിലെ ഏക്കുന്നത്. ഉണ്ടോ? അത് അലറ അടിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ചെരിഞ്ഞ് നോക്കുന്നുണ്ടോ? നേരെ ഇരുന്ന് നോക്കിയാൽ മതി. ആ വഴിയുടെ അനുസരിച്ച്, വണ്ടി ചെരിയുന്ന അനുസരിച്ച് ഇങ്ങോട്ട് പിന്നെ കാറൊക്കെ വീശുന്നു, അല്ല ജീപ്പൊക്കെ നമ്മൾ പണ്ട് വീശുന്ന പോലെ ആയിരുന്നു വീശുന്നത്. ഇതേ നമ്മൾ ലോവർ ക്യാമ്പ് എടുക്കാറായി. ഇവിടെ എന്തോ ഈ അമ്പലത്തിൽ ഇന്ന് എന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര തിരക്കാണല്ലോ. ഇപ്പം നമ്മൾ കുമളയിൽ നിന്ന് ഘാട്ടൊക്കെ ഇറങ്ങി താഴെ വന്നു, ലോവർ ക്യാമ്പിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് മൊത്തം ലെവൽ റോഡാണ്. അമ്പലത്തില് തിരക്കിന്റെ തോന്നുന്നു. ഇവിടെ എല്ലാം വണ്ടികൾ കിടക്കുന്നു ആണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ വന്നേക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അമ്പലത്തിൽ വന്നേച്ച് പോകുന്നവരാ കേട്ടോ. ട്രിപ്പ് വണ്ടിയാ, ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടോ. ഇതേ ഇവിടെ പ്ലാവും ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇതുണ്ടോ പ്ലാവ് വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ടോ? ചക്കയൊക്കെ കായ്ക്കാൻ തുടങ്ങിയത്. ഇഷ്ടം പോലെ പ്ലാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ അല്ലേ പ്ലാവില്ലായിരുന്നല്ലോ. ഇല്ലില്ല, ഇതൊരു കൃഷിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്, വ്യവസായമായിട്ട്. തെങ്ങ് നിൽക്കുന്നുണ്ടോ എന്തായാലും? തെങ്ങും വാഴയും വാഴക്കൊലയൊക്കെ വെട്ടാറായി നിൽക്കുക കേട്ടോ. ഇനി നിരപ്പ് വഴി അങ്ങ് വരെ. ഇപ്പോഴേ റിസ്ക് ഉള്ള ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കുറച്ച് ഓടിക്കാം. ട്രോഫി എനിക്ക് തന്നാ വന്നപ്പോ, കറക്റ്റ് അവിടെ വന്നപ്പോ ട്രോഫി പിടിച്ചോളാൻ പറഞ്ഞു. അല്ല, ഞാൻ ഓടിക്കാൻ കുറച്ച്. ഇനിയിപ്പം റിസ്ക് ഉള്ള ഭാഗങ്ങളല്ല, അല്ലെങ്കിലും മെയിൻ ഡ്രൈവറാ ഓടിക്കണ്ടേ. അതെ, അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. സൂര്യ കൊണ്ടുവരണ്ടായിരുന്നു ഈ ട്രിപ്പ്. അതെ അതെ, സൂര്യ കൊണ്ട് വരാമെന്നാ ഞാൻ ഓർത്തത്. പെരിയാർ പവർ സ്റ്റേഷൻ, അതാണ് പെരിയാർ പവർ സ്റ്റേഷൻ. അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ട ആ ഫ്ലാറ്റുകളെ ഗവൺമെന്റ് വെച്ച് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. കുറെ ഗവൺമെന്റിന്റെ പണിയാണ് കണ്ടിട്ട്. മുന്തിരിവള്ളികൾ പൂത്ത് നിൽക്കുന്നു. പൂത്തിട്ടുണ്ടോ? ഉണ്ട്. തേനിക്ക് 51 കിലോമീറ്ററും കൂടെ ഉണ്ട്. പെട്ടെന്ന് പോട്ടെ. തേനിന്ന് പിന്നെ നമുക്കൊരു 10-15 കിലോമീറ്റർ കൂടെ പോവുകയും ചെയ്യണം. ഇവിടെ തൊട്ട് കൂടല്ലൂർ ബൈപ്പാസിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ തൊട്ടും ഫുള്ള് ബൈപ്പാസായി. കമ്പത്തിന് ബൈപ്പാസ്, പാളയത്തിന് ബൈപ്പാസ്, ചിന്നമന്നൂരിന് ബൈപ്പാസ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പോവാം. എന്നാൽ പിന്നെ അങ്ങ് വരെ പറപ്പിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞിക്കണ്ണിന് 2 ദിവസം അവധിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇന്ന് ചാടി പോകുന്നതാണ് അല്ലേ? വണ്ടി ഓടിക്കുന്ന ഇവിടോട്ടൊക്കെ നല്ല പച്ചപ്പാ അല്ലേ ഇപ്പോഴേ? ഇവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങോട്ട് നോക്കിയാ തെങ്ങ് നിൽക്കുന്ന കണ്ടിട്ട് കൊതിയാവുക. ലെഫ്റ്റിലേക്ക് പോയാൽ കോമ്പ, റൈറ്റിലേക്ക് പോയാൽ കമ്പം. നമ്മളിപ്പോൾ ഈ ടൗണൊന്നും കമ്പമൊന്നും വരുന്നില്ല, എല്ലാം ബൈപ്പാസിൽ കൂടെ പോകുന്നത്. ആ ലെഫ്റ്റിലേക്ക് കോമ്പയ്ക്ക് പോകുന്ന വഴി നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. ചെറിയ വഴിയാണ് കോമ്പ വരെ, കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല രസമുള്ള കൃഷി സ്ഥലങ്ങളിൽ കൂടെ തന്നെയുള്ള ഒരു വഴിയാണ് അത് മുഴുവൻ പുളിയാണ്, വാളംപുളി. കുഞ്ഞിക്കണ്ണ നമുക്ക് നേരെ കൊടൈക്കനാൽ വിട്ടാലോടാ. ഇവിടെ 120 കിലോമീറ്ററേ ഉള്ളൂ. നല്ല തണുപ്പായിരിക്കും ഇപ്പോൾ. വരുന്നോ? നിങ്ങളുടെ ഇവിടെ ബസ്സിന് കയറി പോക്കോ കേട്ടോ. RR ഇന്റർനാഷണൽ സ്കൂള്. ഇവിടെ തെങ്ങും തോപ്പൊക്കെ കുറഞ്ഞിട്ട് നല്ല ഒന്നാന്തരം നെൽപ്പാടങ്ങളാണ്. ഇതുണ്ടോ കണ്ണടച്ച വേറെ അലാറം അടിക്കുന്നത് കേട്ടോ. ഇപ്പൊ നല്ലപോലെ അടിക്കുന്നുണ്ടല്ലോ. ഈ സംഭവത്തിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാലേ, ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുമ്പം ഉണർത്തുക എന്നുള്ളതാണ്.
അതാണ് മെയിൻ. പിന്നെ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുവാണെങ്കിൽ മറ്റേ അലാറം അടിക്കുന്നത്. നാഷണൽ പെർമിറ്റ് വണ്ടിയിലല്ലാവേ? അല്ല, പുതിയ വണ്ടിയിലെല്ലാം ഇപ്പൊ ഇത് വരുന്നുണ്ട്. ഭാരത് വരുന്നുണ്ട്. വേറെ വണ്ടിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ നല്ലൊരു ഇതാ കേട്ടോ എന്നാണേലും. ഈ അലാറമേ നാഷണൽ പെർമിറ്റ് വണ്ടിക്ക് തന്നെ എന്നൊന്നുമല്ല, ഉറക്കം വരുന്ന എല്ലാ വണ്ടിയും ഓടിക്കുന്നവരും ചിലപ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ദൂരം ഡ്രൈവ് ചെയ്യുമ്പോഴും പിന്നെ കൂടുതൽ ലോങ് ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ രാത്രി ആ സമയത്തൊക്കെ ഓടിക്കുമ്പോഴും ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു സംഭവമാണ്. ഏത് വണ്ടിക്കാണെങ്കിലും ഇതുണ്ടെങ്കിൽ, കാറുകൾക്കും എല്ലാ വണ്ടികൾക്കും വന്നാൽ നല്ലതാണ്. ഇത് ചിന്നമന്നൂർ ബൈപ്പാസാണ്. റൈറ്റിലേക്ക് പോയാൽ പഴയ വഴി ചിന്നമന്നൂർ ടൗണിലേക്ക് പോകുന്ന വഴി. ഈ ചിന്നമന്നൂരിൽ കുറച്ച് കയറിപ്പോയാൽ ഒരു അടിപൊളി ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, മേഘമലൈ. മേഘമലയ്ക്ക് ഇവിടെ നിന്നാണോ കയറി പോന്നേ? മേഘമലയ്ക്ക് ഇവിടെ ചിന്നമന്നൂരിൽ നിന്നാണോ കയറി പോന്നേ? പിന്നെ അതെനിക്കറിയത്തില്ല. തേനി കഴിഞ്ഞിട്ടല്ലേ? അല്ലല്ല, ആ ചിന്നമന്നൂർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് റൈറ്റിലേക്ക് വഴിയുണ്ട്. ഇല്ല, ഞാൻ പോയിട്ടില്ല. നിങ്ങൾ പോയായിരുന്നല്ലേ? എന്നാ പിന്നെ നമുക്ക് കുഞ്ഞിക്കണ്ണ അടുത്ത ട്രിപ്പ് നമുക്ക് മേഘമലയ്ക്ക് പോയാലോ? തിരിച്ചു വരുമ്പോ കേറിട്ട് പോകാമോ? നേരെ സൂര്യാമ്മ ഒന്നും ഇല്ലല്ലോ. അവനാള് കൊള്ളാലോ. അതെ അതെ, ഇവിടുന്ന് മേഘമലയ്ക്ക് പോണ ഒരു 3/4 മണിക്കൂറിൽ 1 മണിക്കൂർ കഷ്ടി അതിനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 30 കിലോമീറ്റർ കാണുമായിരിക്കും. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മേഘമലയിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളൂ. അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ നേരത്തെ ഒന്ന് നോക്കിയ റൂം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പാടാം. നമ്മുടെ ഏലപ്പാറയൊക്കെ പോലെ ഉള്ളന്നേ, തേയിലയും ഏലക്കാടും ഒക്കെ ആയിട്ട് കുറേ ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ മുഴുവൻ എസ്റ്റേറ്റ് ഏരിയയാണ്. ഈ തേയിലയും ഏലവും ഒക്കെയാ കൂടുതലും. തേയിലയാ. ഏലം ഉണ്ടോ? ആ, ഏലം ഉണ്ട്. കേരളം പോലെ തന്നെ, നമ്മുടെ മൂന്നാർ സൈഡൊക്കെ പോലെ തന്നെ. പിന്നെ അവിടെ വനമുണ്ട് കേട്ടോ. നമ്മുടെ തേക്കടി വനത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതിലെയാന്ന് തോന്നുന്നു മറ്റേ ആന. ചിലപ്പോ ആയിരിക്കും മറ്റേ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോട്ടെ അല്ലേ? ഞങ്ങള് പണ്ട് പോകുമ്പോഴേ വഴിയെല്ലാം ഭയങ്കര മോശമായിരുന്നേ. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. ഉണ്ടോ, മഴവെള്ളമായിരിക്കും, മഴ പെയ്തിട്ടായിരിക്കും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെക്ക് ഡാം ആയിരിക്കും കേട്ടോ. മറ്റേ ഉണ്ടോ, ഇതൊക്കെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം. ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട്. പുളിയുണ്ട്, നല്ല തണലുവാ. ഇത് പണ്ടത്തെ ആ വഴി തന്നെയാന്ന് തോന്നുന്നു. ഇത് പഴയ വഴി തന്നെയാണ്. ബൈപ്പാസ് ഓരോ ടൗണിന്റെ അവിടെ മാത്രമേ പുതിയ പണിതിട്ടുള്ളൂ. അതൊക്കെ പഴയ വഴി തന്നെ. അതെ, ഈ ബൈപ്പാസ് ഒക്കെ വന്നതിന്റെ ടോളാ അടുത്ത കാലത്ത് തുടങ്ങിയതാ. ഉപ്പർവട്ടി ടോൾ പ്ലാസ. തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങാലോട് കാശ്മീർ വരെ പോകുന്നുണ്ട്. അതുപോലെ ശ്രീനഗർ വരെ. അതുപോലെ തേങ്ങ പോകുന്നു. അതുപോലെ തന്നെ ഈ തെങ്ങിന്റെ ഈർക്കിലി കൊണ്ട് ചൂല് കാശ്മീരൊക്കെ പോകുന്നുണ്ട്. എന്തെല്ലാം സാധനങ്ങൾ അങ്ങനെ ഇന്ത്യ മൊത്തം പോകുന്നുണ്ട്. അതെ, കയറ്. പിന്നെ ഇത് ചകിരി പിരിച്ച് കയറാക്കി കയറും പോകുന്നുണ്ട് ഇന്ത്യ മുഴുവൻ, എല്ലാ സ്ഥലങ്ങളിലും. ആറ് ഗിയർ. ബാക്കി എന്തിയാ ഗിയർ? സി ഗിയറോ? സി ഗിയർ ഒന്നും ഇതിനില്ല. സി ഗിയറൊക്കെ നമ്മുടെ ട്രെയിലറിനും ടിപ്പറിനും ഒക്കെയാണ്. പിന്നെ 14 വീലും 16 വീലും വണ്ടിക്കൊക്കെ സി ഗിയറൊക്കെ ഉണ്ട്. 10 ഗിയറാണ് മൊത്തം. 9+1. അത് മതിയായിരുന്നല്ലേ? അതാണോ ഓടിക്കാൻ എളുപ്പം? ഇതാണ് എളുപ്പം. അതായത് നമ്മുടെ ഈ വണ്ടിയിലിരിക്കുന്ന ഗിയർ ബോക്സിൻ്റെ പേര് G85 ഗിയർ ബോക്സ് എന്നാണ്. മറ്റേ G131 എന്നാണ് മറ്റേ 9+1 ഗിയർ ബോക്സിൻ്റെ പേര്. കുഞ്ഞിക്കണ്ട കാലം ആകുമ്പോഴത്തേനും എല്ലാം ഓട്ടോമാറ്റിക് ആവും. ഗിയർ ബോക്സ് ഒക്കെ വ്യത്യാസം വരും. അതെ, അന്നേരം ഒന്നും ഗിയർ ബോക്സ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കേണ്ട കാര്യം പറ്റില്ല. ഇപ്പം നമ്മൾ തേനി അടുക്കാറായി കേട്ടോ, സമയം പോയി. അതെ, ഈ ലോഡ് കയറ്റാനുള്ള ലോഡിങ്ങാരൊക്കെ കാണും അവിടെ. അതെ അതെ, ലോഡിങ്ങാരില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മെയിൻ ഡ്രൈവറെ കൊണ്ട് ലോഡ് ചെയ്യിക്കാം. അപ്പൊ അവിടെ ലോഡിങ്ങാരില്ല, ഇന്ന് നമ്മളവിടെ കിടക്കേണ്ടി വരും കേട്ടോ. നാളെ ഇതിനകത്ത് സമയം പോയി, 4 മണിയാകാറായി. കോട്ടക്കുടി റിവർ. അപ്പോഴേ നമ്മളിവിടുന്ന് നേരെ പോയാൽ പെരിയകുളം. നമ്മളിവിടുന്ന് റൈറ്റിൽ മധുര റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇത് ബസ് സ്റ്റാൻഡ്, അവിടെ പുതിയ ബസ് സ്റ്റാൻഡ്, തേനി ബസ് സ്റ്റാൻഡ്. ആ റെയിൽവേക്ക് ഓവർബ്രിഡ്ജ് പണിയുന്നതായത്. ഇതുവരെ പണിയൊന്നും തീർന്നില്ല, തൂണുകളൊക്കെ ആയതേ ഉള്ളൂ. ഇത് തേനി കളക്ട്രേറ്റാണ്. ആംബുലൻസ് എത്രയാണോ കിടക്കുന്നത് നോക്കി. ഇത് തേനി മെഡിക്കൽ കോളേജാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത്. തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
ലെഫ്റ്റിലേക്ക് വൈഗ ഡാം. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ മധുരയ്ക്ക് പോകും. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്, വൈഗ ഡാമിലേക്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈഗ ഡാമാണ് കേട്ടോ. അത് അങ്ങോട്ട് കയറി പോകത്തില്ല, ഇതിലെ മൊത്തം വെള്ളമാണ് കേട്ടോ കിടക്കുന്നത്. മഴക്കാലം ആയിരുന്നുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വൈഗ ഡാമിൻ്റെ ഫ്രണ്ടിലെ പാർക്കാണിത്. വൈഗ ഡാം കാണണ്ടല്ലോ, എന്നാണ് നമ്മൾ കണ്ടതല്ലേ വന്നത്. അതെ അതെ, അല്ലെങ്കിലും ഇപ്പോൾ കാണാൻ സമയമില്ല. ഇപ്പോൾ സമയമുള്ള ഒരു ദിവസം വീണ്ടും വരാം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോട്ടെ. ഇതേ വൈഗ ഡാം കേട്ടോ. കണ്ടേ ഷട്ടർ തുറന്നേക്കുന്നത് കണ്ടോ? അത് ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ അവിടെ. ഷട്ടർ തുറന്നു വിട്ടേക്കും, അതുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞേ, ആദ്യം കണ്ടില്ലായിരുന്നു, ഫോട്ടോ കണ്ടില്ലായിരുന്നു. ഫോട്ടോ കണ്ടു. വൈഗാ നദിക്ക് കുറുകയാണ്, അപ്പം വൈഗ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ദേശാടന പക്ഷികളാണ് നീർക്കാക്ക അല്ലേ. വൈഗൈ ഡാം പോലീസ് സ്റ്റേഷൻ. ഇതൊരു സ്കൂളാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക് എടുക്കാറായി. അപ്പോൾ ലോഡ് കയറ്റുന്നതും ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.